ഹലോ പൊന്നുമണി. ഹായ്, ഒരു ഷേക്കിന്റെ താടോ. ആരാ? എന്റെ പേര് വന്ന് ഞാൻ അമുദം. തമിഴല്ല, പക്ഷെ തമിഴും തെരിയും. പൊന്നുമണിയെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ IT സൊല്യൂഷനിലല്ലേ പഠിക്കുന്നേ? അതെ. എനിക്കൊരു കസിനുണ്ട്, കാണാൻ തന്നെ പോലെ തന്നെയാ. അതാ ഞാൻ ശ്രദ്ധിച്ചത്. അതെയോ? താൻ വാടോ, നമുക്കൊരു ജ്യൂസ് കുടിച്ചുകൊണ്ട് സംസാരിക്കാം. ഏയ്, ഞാൻ വരുന്നില്ല. എന്റെ ബസ് ഇപ്പൊ വരും. അടുത്ത ബസ്സിന് പോകാന്നേ. ഞാൻ പറഞ്ഞില്ലേ, കാണാൻ എന്റെ കസിനെ പോലെ ആയതുകൊണ്ട് തന്നോട് എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നുന്നുണ്ട്. അതാ ഞാൻ വിളിച്ചത്. താൻ വന്നില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാവും കേട്ടോ. വാ, നീ ഞാനല്ലേ വിളിക്കുന്നേ, വാ. അല്ല, മഹാത്മാഗാന്ധിയെ പോലെ വടിയും കുത്തി നിൽക്കുന്നതല്ലാതെ ഒന്നും പറയുന്നില്ലല്ലോ. ആ, അയ്യോ, പേടിച്ചു. എനിക്ക് പറയാനുള്ളത് നിരഞ്ജനോടാണ്. നിങ്ങളും കൂടി കേട്ടോളൂ. സാറ് പറയണം. ക്ലിനിക്കിന് വേണ്ടി ഒരു നല്ല ബിൽഡിംഗ് സ്വാമി കണ്ടെത്തിയിട്ടുണ്ട്. എന്റെ മനസ്സ് വായിച്ച് മനസ്സിലാക്കിയതുപോലെ. ഓ, സ്വാമിയുടെ മഹാത്മ്യം പറയാനായിരുന്നോ ഞങ്ങളെ വിളിപ്പിച്ചത്? അത് പിന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാവുമ്പോ മനസ്സ് വായിച്ചെടുക്കുമല്ലോ. ആരെങ്കിലും പുകഴ്ത്താനോ മറ്റാരെങ്കിലും ഇകഴ്ത്താനോ അല്ല ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. കാര്യങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എന്ത് കാര്യമാണാവോ? ഞാനൊരു മൃഗശാല പണിയുന്നു, അതിന്റെ കാര്യമാണ്. അത് നല്ലതാ. കുറുക്കന്റെ കൂട്ടില് സ്വയം അങ്ങ് കേറി നിന്നാ മതിയല്ലോ. കാണ്ടാമൃഗത്തിന്റെ കൂട്ടില് നിന്നെയും കയറ്റി നിർത്താം. ഇന്റീരിയർ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി 10-20 ദിവസത്തിനകം ക്ലിനിക്ക് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തു? ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത് എന്തിനാ പറയുന്നേ? ഞാൻ നിന്നോടല്ലല്ലോ, നിരഞ്ജനോടാണ് സംസാരിക്കുന്നത്. ആശുപത്രിക്ക് പേര് വല്ലതും തീരുമാനിച്ചോ? ചത്തുപോയി നിന്റെ കെട്ടിയോന്റെ പേരിടാം. എന്താ? അതിനേക്കാളും നല്ലത് തന്നെ താൻ കുത്തിച്ചത്തിട്ട് ജയശങ്കർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പേരിടുന്നതാവും. എന്തായാലും എന്റെ പേരോ എന്റെ അമ്മയുടെ പേരോ പറ്റത്തില്ല. നിന്റെ പേര് എന്തായാലും ഇല്ല. പിന്നെ നിന്റെ അമ്മ, അതായത് മരിച്ചുപോയ എന്റെ ഭാര്യ മായാരഞ്ജിനി, അവളുടെ പേര് ആശുപത്രിയിൽ ഇടണോ വേണ്ടോ എന്ന് അത് ഞാൻ തീരുമാനിക്കും. പണം ഇനിയും വേണം, 2 CR. പബ്ലിസിറ്റിക്ക് മാത്രമാവും ഏതാണ്ട് 1 കോടി. അതിനെന്താ, സ്വാമി ഫോൺ എടുത്ത് ഒന്ന് ബർദുബായിക്കൊന്ന് വിളിച്ചാ പോരേ? കോടികൾ കടല് കടന്നിങ്ങി വരുമല്ലോ. അതെ, ആ വഴിക്ക് തന്നെയാണ് നീങ്ങാൻ തീരുമാനം. അപകടമല്ലേ സാർ അത്? മോഹിപ്പിക്കുന്ന ചതുപ്പ് നിലമാണ് പലിശക്കടം. ഒരു ദിവസം വായ പിളർന്ന് അത് വിഴുങ്ങും നമ്മളെ. തൽക്കാലം എനിക്കിവിടെ ജയിച്ചേ പറ്റൂ. ആശുപത്രിയിൽ നിന്ന് എന്തായാലും നല്ല വരുമാനം ഉണ്ടാവും. അങ്ങനെ പ്രതീക്ഷിച്ച് നാട്ടിൽ മുഴുവൻ രോഗങ്ങൾ പടരാനും അപകടങ്ങൾ ഉണ്ടാവാനും പ്രാർത്ഥിക്കാൻ പറ്റുമോ സാർ നമുക്ക്? അല്ലെങ്കിൽ പണ്ടത്തെ പോലെ അവയവ കച്ചവടം തുടങ്ങിയാലും മതി. നിർത്തടി, മിണ്ടാതിരുന്നോണം നീ. ആശുപത്രിയുടെ ചുമതല ഏറ്റെടുക്കുന്ന കാര്യത്തിൽ നിരഞ്ജന്റെ തീരുമാനം എന്താണ്? എനിക്കൊന്ന് ആലോചിക്കണം സർ. ആരോട്? അക്ഷരോടോ? ഭാര്യയോട് ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരാളായി മാറിയോ നിരഞ്ജൻ? ഒരേ തോണിയിലെ യാത്രക്കാരല്ലേ സാർ ഞങ്ങൾ. ഇരുദിശയിലേക്ക് തുഴയെറിയാൻ പറ്റത്തില്ലല്ലോ. ശരി, എന്നാ പിന്നെ ഭാര്യയും ഭർത്താവും കൂടി ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒരു നല്ല ഫ്രണ്ട്ഷിപ്പിന്റെ തുടക്കമായതുകൊണ്ട് ഇന്നത്തെ ചെലവ് എന്റെ വക. അടുത്ത ദിവസം പൊന്നുമണിയുടെ ചെലവാ കേട്ടോ. അല്ല, അമുദ എവിടെ പഠിക്കുന്നേ? IT സൊല്യൂഷനിൽ തന്നെയാണോ? ഞാൻ പഠിക്കുകയൊന്നും അല്ല, ഇവിടെ ഒരു മാളിൽ വർക്ക് ചെയ്യാ. മാളി വർക്ക് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാ IT സൊല്യൂഷനിൽ പഠിക്കുന്ന എന്നെ അറിയുന്നത്?
ഞാൻ നേരത്തെ അവിടെയാ പഠിച്ചിരുന്നത്. എനിക്കവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ കാണാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വരാറുണ്ട്. അങ്ങനെയാ പൊന്നുമണിയെ കണ്ടിട്ടുള്ളത്. അതെയോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പൊന്നുമണി ആരോടും മിണ്ടാതെ കമ്പ്യൂട്ടറിൽ തന്നെ നോക്കിയിരിക്കുകയല്ലേ, പിന്നെ എപ്പടി എന്നെ കാണും? സംസാരത്തിൽ ഇടയ്ക്കിടെ തമിഴ് കയറി വരുമല്ലേ? ആ, അമ്മയ്ക്ക് തമിഴ് നല്ല തിരിയും. അതുകൊണ്ട് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് തമിഴ് സംസാരിക്കും. അതിന്റെയാ ഈ പ്രശ്നം. ഇതൊക്കെ ഒരു പ്രശ്നമാണോ? ഒരു മിനിറ്റ്. ഹലോ ശരത്തണ്ണ. ആ, ഞാൻ കണ്ടു രണ്ടും കൂടി ഇന്ന് ജ്യൂസ് കുടിക്കുന്നത്. നീ നൈസായിട്ട് യാത്ര പറഞ്ഞങ്ങ് മാറിക്കും. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. ശരിയണ്ണ. എത്രയായി? 50 രൂപ. ആ, ഞാനെന്നാ പൊക്കോട്ടെ. നമുക്കിനിയും കാണാം. അല്ല, എന്താ ഇത്ര പെട്ടെന്ന്? എന്റെ ഷിഫ്റ്റിന്റെ സമയമായി. മോളിൽ നിന്നാ വിളിച്ചേ. ഓ, എന്നാ ശരി, ഞാനും ഇറങ്ങിയേക്കാം. പതിയെ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. ആ, പൊന്നുമണിയുടെ നമ്പർ എനിക്കൊന്ന് തന്നേ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ഞാൻ അങ്ങോട്ട് മിസ് കോൾ ഇട്ടേക്കാം. ആ. നമ്പർ സേവ് ചെയ്തേക്കണേ. ആ, ശരി. അപ്പൊ ശരി പൊന്നുമണി, എന്നാ പോട്ടെ. പൊന്നുമണി, നീയോ? ചൂടാവാതിന്റെ പൊന്ന്. ഞാൻ നിന്നെ ഇടയ്ക്കെല്ലാം പോയി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, കിട്ടിയില്ല. എന്തിന്? എന്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോയി കൊന്നെന്ന് പറയാനോ? എന്റെ പൊന്നുമണി, നിന്റെ കുഞ്ഞിനെ അല്ലല്ല, നമ്മുടെ കുഞ്ഞിനെ ഞാനൊന്നും കടത്തിക്കൊണ്ട് പോയിട്ടില്ല. അത്ര ക്രൂരനൊന്നും അല്ല ഈ ശരത്ത്. നിന്റെ കുഞ്ഞിനെ കടത്തിക്കൊണ്ട് പോയതും ഭിക്ഷക്കാർക്ക് വിറ്റതൊക്കെ നിന്റെ അച്ഛന്. ദേ, എന്റെ അച്ഛനെ പറ്റി അനാവശ്യം പറയരുത്, കേട്ടല്ലോ? അനാവശ്യമല്ല, സത്യമാ ഞാൻ പറയുന്നേ.